കേന്ദ്രീകരിച്ചു ഏതെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യാൻ ഒരു അന്വേഷണം നിങ്ങൾ നടത്തി? കരുവന്നൂർ കേസിലും ഇത് തന്നെയാണ്. AC മൊയ്തീനിലേക്ക് എത്തും, രാജീവിലേക്ക് എത്തും. ഒരു സ്ഥലത്തേക്കും അന്വേഷണം പോകുന്നില്ല, ഒരു സ്ഥലത്തേക്കും പോകുന്നില്ല. പകരം സെറ്റിൽമെന്റ് ആണ് മുഴുവൻ നടക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സീറ്റുകളുടെ വച്ചുമാറലും കച്ചവടവുമാണ് ഇന്ന് നടക്കുന്നത്. ഈ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകുന്നത് നട്ടലില്ലാത്ത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ആ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ആ പാർട്ടി വലുതാക്കിയ ഈ നാട്ടിൽ കമ്മ്യൂണിസം എന്താണെന്ന് പഠിച്ച കുറെ നേതാക്കന്മാരുണ്ടായിരുന്നു. അവർ ജീവിച്ചത് ആ ശൈലിയിലാണ് ജീവിച്ചത്. EK നായനാറിനെ പോലെ, EMSനെ പോലെ, അച്യുതാനന്ദനെ പോലെയുള്ള നിരവധി നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ ഇന്ന് പണം കാണുമ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോയി കോടാനുകോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഉണ്ടാക്കി ഭരണത്തെയും പാർട്ടിയെയും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ നട്ടെല്ലുള്ള ഒരു നേതാവ് എഴുന്നേറ്റ് നിന്നത് ചോദിക്കാമല്ലോ. ആരും ചോദിക്കുന്നില്ല. ഇത് വിധേയമായി മാറിക്കൊണ്ടിരിക്കുക. വിധേയരാണ്. അപ്പൊ ഈ വിധേയരായ ഈ ഭരണാധികാരികൾക്കും ഈ മുഖ്യമന്ത്രിക്കുമെതിരായി MTO അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാംസ്കാരിക പ്രവർത്തകരും സംസാരിച്ചാൽ അവരെയൊക്കെ അധിക്ഷേപിക്കുന്ന നിലപാടുകളാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ ഇവരെയൊക്കെ പൂവിട്ട് വാഴ്ത്തിയ CPM നേതാക്കന്മാർ അവരുടെ തെറ്റുകുറ്റങ്ങളെ കണ്ട് ഈ സാംസ്കാരിക നായകർ പ്രതികരിക്കുമ്പോൾ, അവരെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ആ ഓർമ്മപ്പെടുത്തൽ പോലും അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ആളുകളാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയും ഈ രാജീവിനും ഈ തട്ടിപ്പിൽ പങ്കുണ്ട്. രാജീവിന് അതിനകത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. കാരണം അതിന്റെ പിന്നിൽ കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ തട്ടിപ്പ് സംഘങ്ങൾ മുഴുവൻ നടത്തിയ ഈ അഴിമതികളെ കുറിച്ച് പാർട്ടിക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. അന്ന് പാർട്ടി സെക്രട്ടറിയായ AC മൊയ്തീനും അതിനുശേഷം പാർട്ടി സെക്രട്ടറിയായ അമ്മു വർഗീസിനും കൃത്യമായ ബോധ്യമുണ്ട്. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ടുള്ള ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പാർട്ടിക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ല. ഇതെല്ലാം നിൽക്കുമ്പോഴാണ് അനധികൃതമായിട്ടുള്ള വായ്പയ്ക്ക് വേണ്ടി രാജീവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് സഖാവേ നിങ്ങൾക്ക് ഇതുപോലെ ഈ സഹകരണ ബാങ്കുകളിൽ പാവപ്പെട്ടവൻ കൊണ്ടുവന്നിട്ട് പണം എങ്ങനെയാണ് കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ നടക്കുന്നത്? അപ്പൊ കളമശ്ശേരി ബാങ്ക് പിടിക്കാൻ നടക്കേ, കളമശ്ശേരി ബാങ്ക് ഈ തട്ടിപ്പാടത്താണ്. കോടിക്കണക്കിന് രൂപ അവിടെ ഉണ്ടല്ലോ, 400 കോടി. ഈ പണം കാണുമ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന സഖാക്കന്മാരെയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ CPM-ന് ഉള്ളത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ പണം കാണുമ്പോൾ ആർത്തിയും ആർഭാട ജീവിതവും നയിക്കുന്ന നേതാക്കന്മാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ രാജീവ് വരെ അതിന്റെ താഴേക്കുള്ള മുഴുവൻ നേതാവും. ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു ഏരിയ സെക്രട്ടറി, രാജീവിന്റെ സന്നദ്ധ സഹചാരി. പാർട്ടി അന്വേഷണം നടത്തി, എറണാകുളം ജില്ലാ പാർട്ടി സെക്രട്ടേറിയറ്റ് അന്വേഷണം നടത്തി 5 വീട് അദ്ദേഹത്തിനുണ്ടെന്നാണ് കണ്ടെത്തിയത്. ഞങ്ങൾ ആരും കൊടുത്ത പരാതിയല്ല, ബ്രാഞ്ച് കമ്മിറ്റി കൊടുത്ത പരാതിയാ. രാജീവിന്റെ ഭാര്യയ്ക്ക് എങ്ങനെയാ ജോലി കിട്ടിയത്? വാണിജ്യശ്രീക്ക് എങ്ങനെയാ കൊച്ചി സർവകലാശാലയിൽ, എങ്ങനെയാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ ജോലി കിട്ടിയത്? അനധികൃതമായി കിട്ടിയ ജോലിയാണ്. സ്വന്തം ഭാര്യക്ക് അനധികൃതമായി ജോലി കിട്ടി. സ്വന്തം കുടുംബത്തിൽ എങ്ങനെ ഈ പണം മുഴുവൻ ഉണ്ടാകുക? രാജീവ് എവിടെയാണ് ജോലിക്ക് പോയിട്ടുള്ളത്? എന്ത് സംരംഭമാണ് രാജീവിനുള്ളത്? കോടിക്കണക്കിന് രൂപയാണ് ബിനാമി പേരിൽ വിവിധങ്ങളായിട്ടുള്ള ആളുകളുടെ പേരിലുള്ളത്. ഇതൊക്കെ ജനങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ. ഇതൊന്നും ജനം അറിയില്ല എന്നാണ് രാജീവും കൂട്ടരും കരുതുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഇവരുടെയൊക്കെ പേരിൽ 10 വർഷക്കാലത്തെ ഈ ഭരണത്തിനിടയിലും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കോടികളാണ് സമ്പാദിച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ലേ ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചല്ലോ, ജോഷി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പാർട്ടി പ്രവർത്തകൻ. ആരാ ജോഷി എന്ന് ഈ സഖാക്കന്മാരൊന്ന് അന്വേഷിക്കണം. ഈ കളമശ്ശേരിയിലെ സഖാക്കന്മാരൊന്ന് അന്വേഷിക്കണം. EMS ശങ്കരൻ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞ വീടാണ് ജോഷിയുടെ വീട്, കാറ്റൂരിലെ ജോഷിയുടെ വീട്. ജോഷിയുടെ അമ്മ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ചവരാണ് ഈ EMS-ഉം അതുപോലെ ഒളിവിൽ കഴിഞ്ഞ നേതാക്കന്മാരും.